പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്താണെന്നറിയാമോ? തിരുക്കുടുംബത്തിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുക. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുടുംബജീവൻ നയിക്കാൻ നിങ്ങളൊക്കെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒരു അവസരമാട്ടോ. പ്രത്യേകമാമിതം ഇന്ന് ഞാൻ നിങ്ങളെ ഓർക്കാം. എൻ്റെ രാവിലത്തെ കുർബാനയ്ക്ക് നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാതാവിനെയും ഔസേപിതാവിനെയും ഈശോനെയൊക്കെ ഉണ്ണീശോനൊക്കെ ഓർക്കാം. പ്രത്യേകിച്ച് അവരെ മധ്യസ്ഥയില് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെറിയൊരു മെസ്സേജ് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ കണ്ണു തോന്നുന്ന എഴുന്നേറ്റ് വരുന്നില്ലല്ലോ, ചെറിയ മെസ്സേജ് മാത്രം അച്ഛൻ തരുന്നുള്ളൂ. അതായത് നമ്മുടെ ഔസേപിതാവും മാതാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, തമ്പുരാന്റെ ഹിതത്തോട് 100% വിധേയത്വം പുലർത്തി ജീവിച്ചു. ചിന്തയ്ക്കപ്പുറമായ പല കാര്യങ്ങളുമാണ് പറയുന്നത്, സംഭവിക്കുന്നത്. അപ്പൊ രണ്ടുപേരും അത് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അമ്മയെ പോലെ തന്നെ ഹിതം നിറവേറട്ടെ എന്ന് പ്രവൃത്തിയിലൂടെ ഔസേപിതാവ് പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ഔസേപിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വാക്കുപോലും ഉരിയാടാതെ ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ലേ? ദൈവത്തിന് സമ്പൂർണ്ണ വിധേയപ്പെട്ടു. മാലാഹ ഔസേപിതാവിന് പറഞ്ഞു, എന്നേക്ക് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയം അമ്മയോട് പറഞ്ഞു. എന്നതാണ് പോലും അമ്മയ്ക്ക് മനസ്സിലായില്ല. എന്നാലും അമ്മ പൂർണ്ണ വിധേയത്തോടുകൂടി ദൈവം പറയുന്നത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയാൻ സാധിച്ചു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുക്കുടുംബത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരൊറ്റ പോയിന്റ് മാത്രം ചിന്തിക്കാം. 100 കാര്യം മനസ്സിലേക്ക് വരുന്നുവെങ്കിലും ഈ പ്രഭാതത്തിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ദൈവഹിതം അനുസരിച്ച് പരിപൂർണമായി വിധേയപ്പെട്ട് ജീവിച്ച ഒരു ഭാര്യയുടെ, ഒരു ഭർത്താവിന്റെ കഥയാണ്, ജീവിത സാക്ഷ്യമാണ് ഔസേപിതാവും പരിശുദ്ധ കന്യാമറിയും. ആ ഉത്തമമായ കുടുംബത്തിലായിരുന്നു കൊണ്ട് ഉണ്ണീശോ വളർന്നു, ആത്മാവും നിറഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത്, ജ്ഞാനത്തിൽ വളർന്ന യേശു എന്ന് പറയുമ്പോൾ യേശു ജനിച്ചപ്പോൾ തന്നെ പ്രത്യേക ദിവ്യമായ ജ്ഞാനം ഉണ്ണിക്ക് പകരപ്പെട്ടു. ഒപ്പം തന്നെ ഔസേപിതാവിനോടും മാതാവിനും കൂടി ആയപ്പോൾ പുതിയ പ്രായോഗിക ജ്ഞാനം കൂടി ഈശോ കിട്ടിയെന്നാ പറയുന്നത്. എങ്കിൽ അച്ഛൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവൻ നയിക്കുന്ന നിങ്ങൾക്ക് ഈ തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥയിൽ എല്ലാ അനുഗ്രഹങ്ങളും അതിനെ സമൃദ്ധിയിൽ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. കർത്താവായ ദൈവമേ, എന്നെ ശ്രവിക്കുന്ന സകല മക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഒപ്പം ഈ മക്കള് ആർക്കൊക്കെ ഈ സന്ദേശം ഷെയർ ചെയ്യുന്നു അവരും അനുഗ്രഹം ഭാവിക്കട്ടെ. ഇന്നല്ലെങ്കിൽ പിന്നീട് ഈ മക്കള് ആരൊക്കെ ഈ വചനം ശ്രവിക്കുന്നോ അവരും അനുഗ്രഹം ഭാവിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.